അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പല ആൾക്കും വിചാരിക്കും ഹൈ പെർഫോമൻസ് എനിക്ക് തന്നെയാകാം, പക്ഷേ അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പല ആൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഹൈ പെർഫോമർ ആയിട്ടുള്ള പല ആൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരെ പിന്നിൽ അവരെ സഹായിച്ച ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ മെൻറ്റർ ഉണ്ടാകും. അത് നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള APJ അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ പറയും സാധാരണ സാഹചര്യത്തിൽ വന്ന ആളാണെന്ന് പറയും, പക്ഷേ അദ്ദേഹത്തിന് പോലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മെൻറ്ററിങ് കിട്ടിയിട്ടുണ്ട്. വളരെ പണം കുറഞ്ഞ ആളായിരുന്നു, പക്ഷേ ദരിദ്രമുള്ള ആളായിരുന്നു, പക്ഷേ ഒരു മെൻറ്ററിങ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് വലിയ വിദ്യാഭ്യാസം വേണമെന്നില്ല, വലിയ വലിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണമെന്ന് നിർബന്ധമില്ല, വലിയ സംവിധാനങ്ങൾ നമുക്ക് വേണമെന്നില്ല. ഏതാൾക്കും ഹൈ പെർഫോമർ ആകാൻ സാധിക്കും, പക്ഷേ ഇതൊരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഇതൊരു ചീപ്പ് മൈൻഡ് സെറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പറയുന്ന നമ്മൾ കാര്യം ഹൈ പെർഫോമൻസ് ഇൻ അബണ്ടൻറ്റ് മൈൻഡ് സെറ്റ്, അബണ്ടൻസ്, റിച്ച് മൈൻഡ് സെറ്റ്. ഞാൻ ഒരു വലിയ ബിസിനസ്സുകാരനായി മാറാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വലിയ ഒരു CHO അല്ലെങ്കിൽ വലിയ രീതിയിൽ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുകയാണ് എനിക്ക് ഫ്രീ ആയിട്ട് എല്ലാം കിട്ടണം. കിട്ടുമോ? കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും നിങ്ങളുടെ കോച്ച്, നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ, നിങ്ങൾ ഹയർ ചെയ്യുന്ന കോച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. പലപ്പോഴും ചില ആളുകൾക്ക് സക്സസ്, ഓട്ടോമാറ്റിക് സക്സസ്. ഇപ്പോൾ നമുക്കറിയാം പല രാഷ്ട്രീയക്കാരുടെയും മക്കൾ നല്ല രാഷ്ട്രീയക്കാരായി വരുന്നുണ്ട്. സിനിമ ഫിലിം സ്റ്റാറുടെ ഒക്കെ മക്കൾ ഫിലിം സ്റ്റാർസായി വരുന്നുണ്ട്. ഡോക്ടേഴ്സിൻ്റെ മക്കൾ ഡോക്ടറായി വരുന്നുണ്ട്, അല്ലെങ്കിൽ കളക്ടേഴ്സിൻ്റെ മക്കൾ IASകാരുടെ മക്കൾ IASകാരായി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് പ്രോപ്പർ മെൻറ്റർഷിപ്പ് അവരുടെ മാതാപിതാക്കൾ കൊടുത്തിട്ടുണ്ടാകും. അത് ബൈ ഡിഫോൾട്ടാണ്. എല്ലാവർക്കും അപ്പൻ ബിസിനസ്സുകാരനായിട്ടുള്ളത് അമ്മ ബിസിനസ്സുകാരിയായിട്ടോ ഡോക്ടറായിട്ടോ ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യും? അവർക്ക് വിജയിക്കാനായിട്ട് സാഹചര്യം വളരെ കുറവാണ്. അങ്ങനെയുള്ള ആളുകൾ ഒന്നെങ്കിൽ അങ്ങനെ ഒരു ഡോക്ടറെ കണ്ടെത്തുകയോ IASകാരനെ കണ്ടെത്തുകയോ ബിസിനസ്സുകാരനെ കണ്ടെത്തുകയോ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മെൻറ്റർഷിപ്പിലൂടെ കടന്നു പോവുകയും ചെയ്യേണ്ട ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും സാധിക്കില്ല. കാരണം ഒരു ഓണ്ടർപ്രണർ നിലയിൽ നമുക്ക് അങ്ങനെ ഒരാൾ സഹായിക്കാനായിട്ടുള്ള സമയവും സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇനി പല ആൾക്കും അതിന് വില്ലിങ്ങും എല്ലാമായിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന, നിഷേധി കണ്ടെത്തുന്ന, നമ്മളെ പ്രോപ്പറായി മോണിറ്റർ ചെയ്യുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ആളെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് കോച്ചിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ വളരെ രീതിയിൽ അധികം മാറിയിരിക്കുകയാണ്. വളരെ മില്യൺ ക്രോർ ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഒരു ഇൻഡസ്ട്രി ഗ്രോ ചെയ്യണമെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ ഉണ്ടാകും. അപ്പോൾ ഞാനൊരു കോച്ചായി നിൽക്കുന്നതിൻ്റെ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ എൻ്റെ കീഴിൽ ധാരാളം പേർ മെൻറ്റിയായി കോച്ച് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ആളുകൾക്ക് ഡെവലപ്പ് ചെയ്യണം, ആളുകൾക്ക് ഗ്രോ ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഈ ഹൈ പെർഫോമൻസിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് എന്നുള്ളതാണ്. ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു ഐഡൻറ്റിറ്റിയെ നമുക്ക് മൊത്തമായും മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹൈ പെർഫോമൻസ് മൈൻഡ് സെറ്റാന്ന് പറയുന്നത്. ഒരു സാധാരണക്കാരനായി ചിന്തിക്കുന്ന ആൾ, സാധാരണക്കാരനായി പറയുന്ന ആൾ, സാധാരണക്കാരനായി ജീവിക്കുന്ന ആൾക്ക് ഒരിക്കലും ഹൈ പെർഫോമർ ആകാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ മൊത്തമായി ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കണം. അതെങ്ങനെ സാധിക്കും? ഇത് നമ്മൾ പറയും, പക്ഷേ അയാൾ അതേവരെയും തുടർന്ന് വന്ന പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പുതിയൊരു പാറ്റേണിലേക്ക് പോവുക എന്നുള്ളതാണോ അത് ഉദ്ദേശിക്കുന്നത്? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പാറ്റേൺ എന്ന് പറയും, പാറ്റേൺ അല്ലെങ്കിൽ പാരഡിയം എന്ന് നമ്മുടെ സൈക്കോളജിയിൽ നമ്മൾ പറയാറുണ്ട്. ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്, ഒരു പാരഡിയം, ഇതാണ് നമ്മുടെ ഇപ്പോൾ ചിന്താഗതി. ആ ചിന്താഗതി നമ്മൾ എത്ര നാൾ എന്ത് ചെയ്താലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുകയില്ല. ഇപ്പോൾ ബ്രിയാൻ വിൽസൺ എന്ന് പറയുന്ന വളരെ ഒരു മ്യൂസീഷ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ അറിയപ്പെടുന്ന ആളൊന്നുമല്ല, അദ്ദേഹത്തെ രണ്ടാം കിട മ്യൂസീഷ്യൻ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം നിരാശനായി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് യൂജിൻ ലോണ്ടി എന്ന് പറയുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തെ ചികിത്സിക്കുകയാണ്. അപ്പോൾ ചികിത്സിക്കുന്ന സമയത്ത് അവർ ഏറ്റവും ആദ്യം ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഒരു പരാജിതനായിട്ടുള്ള രണ്ടാം കിടക്കാരനായിട്ടുള്ളൊരു മ്യൂസീഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണയിൽ അദ്ദേഹത്തിനെ മാറ്റുന്നു, നല്ല ഷൂ ധരിപ്പിക്കുന്നു. അദ്ദേഹത്തോട് പറയുകയാണ് നിങ്ങൾ ലോകം അറിയപ്പെടുന്ന ഒരു ഒന്നാം കിട മ്യൂസീഷ്യനാണ്. കാരണം ഇതിനാണ് പാറ്റേൺ എന്ന് പറയുന്നത്, പാറ്റേൺ അല്ലെങ്കിൽ പാരഡിയം. പലപ്പോഴും ചെറിയ കാര്യം നമ്മൾ ഒരിക്കലും ചെറിയ കാര്യങ്ങളെപ്പോലും നമ്മൾ തള്ളിക്കളയരുത്. ചെറുപ്പത്തിലുണ്ടായ ചില ചെറിയ അനുഭവങ്ങൾ തന്നെ നമ്മുടെ പാരഡിയം ഉണ്ടാക്കും, പാറ്റേൺ ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മൾ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു കൂട്ടുകാരൻ കളിയാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറഞ്ഞതായിരിക്കാം, നിന്നെക്കൊണ്ടൊന്നും കൊള്ളില്ല എന്ന് ആരെങ്കിലും പറഞ്ഞതായിരിക്കാം. ഇതെല്ലാം പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ നമ്മോട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ വായിച്ച പുസ്തകങ്ങൾക്ക് അപ്പുറം നമ്മൾ അനുഭവങ്ങളോടെ മനസ്സിലാക്കുന്നതാണ്. ഈ ഒരു ചെറിയ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്ത് കാര്യം, ഒരാളൊന്ന് കളിയാക്കി, ഒരാളൊന്ന് കുള്ളാന്ന് വിളിച്ചു, ഒരാളൊന്ന് കറമ്പാന്ന് വിളിച്ചു, നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താണ്. പക്ഷെ അതുവരെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വൂണ്ട്, ഇന്നർ വൂണ്ട് ഈസ് വെരി വെരി സ്ട്രോങ്. അൺഹീൽഡ് ആണെന്ന് മാത്രമല്ല അൺഐഡൻറ്റിഫൈഡ്, പലർക്കും അറിയുക പോലുമില്ല. ഈ ഇന്നർ വൂണ്ട് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ
ഏറ്റവും ആദ്യമായി പ്രസംഗിക്കാൻ പോയ കാര്യം എപ്പോഴും പറയാറുണ്ട്. ഏറ്റവും ആദ്യം പ്രസംഗിക്കാൻ പോയ സമയത്ത് ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്താണ് പോയത്, നന്നായി പഠിച്ചാണ് പോയത്. പക്ഷേ ഒരു വാക്ക് പോലും എനിക്ക് പറയാൻ പറ്റിയില്ല. നമസ്കാരം പറഞ്ഞു, പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു ശവക്കോട്ടയുടെ മതിൽ കടന്ന് ഓടി ഞാൻ വീട്ടിലെത്തി. വീട്ടിലെ മുറിയിൽ കയറി ഏകദേശം മണിക്കൂറുകൾ അടച്ചിരുന്ന് ഞാൻ നിരാശപ്പെട്ടു പോയി. പിന്നെ കുറേ കാലത്തേക്ക് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി തയ്യാറല്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു മനസ്ഥിതി എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. പിന്നീടാണ് ഞാൻ പ്രസംഗ മത്സരങ്ങൾ ധാരാളം സമ്മാനങ്ങൾ നേടുകയും ഒപ്പം തന്നെ പല വേദികളിൽ പോയി പ്രസംഗിക്കുകയും, ഞാൻ ഏത് സ്കൂളിലാണോ പഠിച്ചത് ആ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം പോയി പല പ്രാവശ്യം ക്ലാസ്. അതൊരു വാശിയായിരുന്നു അല്ലേ? അതാണ് ഞാൻ പറയുന്നത്, ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്. ഒരു കാലഘട്ടത്തിൽ ഒരു സമയം തിരിച്ചറിയുകയാണ്, ഞാൻ ഇങ്ങനെയുള്ള ഐഡൻറ്റിറ്റിയിൽ ജീവിക്കേണ്ട ആളല്ല. ഞാൻ അന്ന് പരാജയപ്പെട്ടതിൻ്റെ ആ മറയിലാണ് ഇന്നും ജീവിക്കുന്നത്. അതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ അതിന് എപ്പോഴും പറയുന്നത് ഐസ്ബർഗ് പ്രിൻസിപ്പിൾ എന്നാണ് ഞാൻ പറയാറ്. ഐസ്ബർഗ്, ഒരു കടലിൽ അല്ലെങ്കിൽ ഒരു വലിയ വാട്ടർ റിസോഴ്സിലെ ഐസ് കട്ട, നമ്മൾ അതിൻ്റെ പുറമെയുള്ള ഒരു ചെറിയ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. വെറും 10 മുതൽ 20% ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ താഴെ വലിയതായിട്ടുള്ള ഒരു ഭീമാകാരമായിട്ടുള്ള ഐസ് കട്ട, 80 മുതൽ 90% ഐസ് കട്ട അതിനകത്ത് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ പുറമേ കാണുന്ന ചെറിയത് എന്ന് പറയുന്നത് അകത്തുള്ള വലിയ എന്തോ ആണ്. രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ അകത്ത് വലിയതായ പൊട്ടൻഷ്യലുണ്ട്. ഒന്നുകിൽ നമുക്കതിനെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്ന് സക്സസ് ആക്കി മാറ്റാം. അതല്ലെങ്കിൽ നമ്മുടെ ബാല്യകാലത്തിലെ പാറ്റേൺസും പാരഡ്യവും എല്ലാം ഒരു വലിയ ഐസ് കട്ടയായി വെള്ളത്തിനടിയിൽ കിടക്കുകയാണ്. ഇത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡെന്നും അൺകോൺഷ്യസ് മൈൻഡെന്നും എല്ലാം പറയാറുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇത് തിരിച്ചറിയുന്നവർക്കാണ് ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ഉണ്ടാക്കേണ്ടത്. അവിടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഹൈപ്പർഫോർ ആകണമോ, ഇനി എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് തീർച്ചയായും നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടാകണം. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ അടുത്ത തരത്തിലെ കടലിലെ ഞണ്ട്, ആ കടലിലെ ഞണ്ട് അതിൻ്റെ പുറന്തോട് ഭയങ്കര കട്ടിയുള്ളൊരു പുറന്തോടാണ്. അപ്പോൾ അത് നടക്കാൻ പോലും സാധിക്കില്ല, ശ്വാസം മുട്ടാണ് ആ ഞണ്ടിന് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഈ ഞണ്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞണ്ട് ഒരു ആരുമില്ലാത്തൊരു പാറ ഇടുക്കിലേക്ക് പോകും. ആ പാറ ഇടുക്കിൽ ചെന്നിട്ട് അതിൻ്റെ ആ കട്ടിയുള്ള ആ പുറന്തോടിനെ പൊട്ടിച്ച് കളയിപ്പിക്കും. പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിന് വേറെ സ്വാഭാവികമായിട്ടുള്ള മറ്റൊരു പുറന്തോട് വരികയും പിന്നെ അതിന് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ആ ഒരു പഴയ ഐഡൻറ്റിറ്റിയെ, പാരഡയത്തെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, പാറ്റേണിനെ മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. ഇത്തരം ധാരാളം പാറ്റേൺസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഭയം, നാണം, മടി, നാളത്തേക്ക് മാറ്റിവെക്കൽ, പരാജയത്തെക്കുറിച്ചുള്ള പേടി, വിജയത്തെക്കുറിച്ചുള്ള പേടി, സ്റ്റേജ് ഫിയർ, ഇതെല്ലാം ഉണ്ടാകുന്ന ഈ പഴയ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഇതിനെ പൊളിച്ചെഴുതാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യുന്നുവോ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. നാം പാതി വഴിയിൽ ഇട്ടേച്ച് പോകും, മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ ഒരു ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നിഷേധിയല്ല ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതല്ലെങ്കിൽ നമ്മുടെ കോർ ഏരിയ കണ്ടെത്തുന്നു, സിസ്റ്റം ഉണ്ടാക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇന്നർ ഹീലിംഗ്. പലപ്പോഴും നമ്മൾ രണ്ടുപേരും ചെയ്യുന്ന കാര്യത്തിനകത്ത് ഷിജോ ഇന്നർ ഹീലിങ്ങിൻ്റെ ഒരാളായിട്ട് അറിയപ്പെടുന്ന ആളാണ്. എന്തുകൊണ്ട് ആളുകൾ പരാജയപ്പെടുന്നു, എന്തുകൊണ്ട് വിജയിക്കാൻ സാധിക്കുന്നില്ല, അതിൻ്റെ ഇന്നർ ഹീലിങ്ങിലാണ് ഷിജോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നർ ഹീൽ ചെയ്യപ്പെട്ടയാളെ എങ്ങനെ എലിവേറ്റ് ചെയ്യാം. ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് ക്ലയൻറ്റിൽ ഹാൻഡിൽ ചെയ്ത് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യാറുണ്ട്. കാരണം എനിക്ക് അവരുടെ ഹീൽ ചെയ്ത ശേഷം മാത്രമേ എനിക്ക് അവരെ ഒരു ഡെവലപ്മെൻറ്റ് ആംഗിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഷിജോയ്ക്കും സജസ്റ്റ് ചെയ്യുന്നത്, ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ഷിജോയുമായി ബന്ധപ്പെടുക, ഇന്നർ ഹീലിംഗ് ആണ് വേണമെങ്കിൽ ഷിജോ ബന്ധപ്പെടുക. ഞാൻ അങ്ങനെ ആളെ ഞാൻ പലപ്പോഴും പല രീതിയിലും ആളുകൾ, കാരണം അത് സ്ലോ പ്രോസസ്സാണ്. ഹീൽ ചെയ്ത ശേഷം ഹൈപ്പർഫോർ ആക്കുക എന്ന് പറയുന്നത് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ ഹീൽ ചെയ്യപ്പെട്ട ആളെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ പ്രോസസ്സിലൂടെ നമുക്ക് പെട്ടെന്ന് ഹൈപ്പർഫോർ ആക്കാൻ മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ എന്നുള്ള ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട്, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തിയോടെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് പുതിയ മനുഷ്യനായി മാറുക. ഈ ഒരു പഴയ ആ കോട്ടരി, പഴയ തോലിനെ ഈ ഞണ്ട് കളയുന്ന പോലെ എറിഞ്ഞു കളയാൻ സാധിക്കും. ഇതൊരു പെയിൻഫുൾ പ്രോസസ്സാണ്. ഞാൻ പഴയതിനെ എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ പ്രോസസ്സാണ്. ഇപ്പോൾ നമുക്കൊരു കഴുകൻ്റെ അനുഭവം നമുക്കറിയാം. കഴുകൻ 40 വയസ്സ് കഴിയുമ്പോൾ ഒന്നുകിൽ കഴുകൻ മരിക്കും, അല്ലെങ്കിൽ കഴുകന് വീണ്ടും ജീവിക്കാം. അപ്പോൾ ഈ കഴുകൻ്റെ 40 വയസ്സാകുമ്പോഴത്തേക്ക് കഴുകൻ്റെ ചിറകുകളെല്ലാം കട്ടിയുള്ളതായി മാറും, പറക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അതിൻ്റെ ചുണ്ടുകളൊക്കെ നീണ്ടിട്ട് അതിന് ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാവും. അപ്പോൾ കഴുകന് 2 ചോയ്സ് മാത്രമേ, ഒന്നുകിൽ മരിക്കുക, അതല്ലെങ്കിൽ പുതിയതായി ജീവിക്കുക.
അപ്പോൾ അത് ചെയ്യുന്ന കാര്യമാണ് ഉയർന്ന പാറക്കെട്ടിലേക്ക് അത് പറന്നു പോകും. ആരുമില്ലാത്തൊരു പാറക്കെട്ടിലേക്ക് അത് പറന്നു പോകും. അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതവിടെ ആ പാറക്കെട്ടിൻ്റെ ഇടയിലിരുന്ന് തൻ്റെ ആ പഴയ ചുണ്ടിൻ്റെ നീളമുള്ള ചുണ്ടിനെ ഒരച്ചൊരച്ച് അത് പഴയ പോലെ കുഞ്ഞു ചുണ്ട് പോലെ ആക്കുന്നു. തൻ്റെ ആ കട്ടി പിടിച്ച ആ ചിറകുകളെല്ലാം കൊത്തിപ്പറിച്ച് ആ വേദനയുള്ള പ്രോസസ്സിൽ കടന്നുപോയി ഒരു സാധാരണ ഒന്നുമില്ലാത്ത പച്ച മാംസമുള്ളൊരു കഴുകനായി അത് ജീവിക്കും. പിന്നീട് അത് പുതിയ ചിറക് വരികയും ചുണ്ടുകൾ സ്വാഭാവികം മാറുകയും അടുത്ത 40 വർഷത്തേക്ക് ജീവിക്കാൻ ശക്തി കിട്ടുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും ഞാൻ പറയുന്നത് 2 days which are important in your life, the day we born, the day we realize why we are born this world. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത് ജീവിക്കാതെ തീരുമാനമെടുക്കാം. ദാറ്റ്സ് എ പെയിൻഫുൾ പ്രോസസ്സ്. അത് ഞാൻ ഈ ഒരു ഹൈ പെർഫോമൻസ് സ്റ്റേജിൻ്റെ അവസാനത്തെ ഒരു ഭാഗമാണ്. ഇറ്റ്സ് എ പെയിൻഫുൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് പെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ഉണ്ടാകത്തോടത്തോളം കാലം ആർക്കും ഹൈ പെർഫോമർ ആകാൻ സാധിക്കില്ല. ഈവൻ ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ വളരെ മാരകമായിട്ട് നമ്മൾ അലട്ടുന്നതാണ്. അപ്പോൾ വളരെ സ്ട്രെസ്സുള്ള ആളുകൾ, പരാജയത്തെ ഭയക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ആളുകൾ, ചെയ്യാൻ ആരംഭിച്ച പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയാത്ത ആളുകൾ, നാണമുള്ള ആളുകൾ, എപ്പോഴും എപ്പോഴും ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകൾ, ഇതെല്ലാം ഒരു ഓൾഡ് പാറ്റേണിൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. നമ്മൾ ബ്രെയിൻ റീപ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മൈൻഡ് മാസ്റ്ററി, മൈൻഡ് റീഫ്രെയിമിംഗ് എന്നെല്ലാം പറയാറുണ്ട്. അപ്പോൾ ഇത് ഒന്നാമത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈപ്പർഫോമർ ആകണമോ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ ഷിഫ്റ്റ് ചെയ്യുക. ജോർജ് ഡാറ്റ്സിംഗ് എന്ന് പറയുന്ന ഒരു ആളെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ബോർഡിലൊരു പ്രോബ്ലം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഹോംവർക്കാണെന്ന് വിചാരിച്ചു. അദ്ദേഹം വീട്ടിൽ പോയി കുറേ ആലോചിച്ച് ഹോംവർക്കിൻ്റെ ആൻസർ ചെയ്യുക. പിന്നീട് പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചറെ കൊണ്ടുപോയി പറഞ്ഞു, ടീച്ചർ ഇതാണ് ഹോംവർക്കിൻ്റെ ആൻസർ. ടീച്ചർ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത് ലോകത്തിൽ ആർക്കും സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം ടീച്ചർ ബോർഡിൽ എഴുതി വെച്ചിരുന്നായിരുന്നു. അപ്പം അദ്ദേഹം ചെയ്തപ്പോൾ ടീച്ചർക്ക് വളരെ അത്ഭുതമായി പോയി. ഇദ്ദേഹം വിചാരിച്ചത് ഹോംവർക്കാണെന്ന് വിചാരിച്ച് അദ്ദേഹം ചെയ്തതാണ്. ഇത് പലപ്പോഴും ഇങ്ങനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ വിചാരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു, ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒത്തിരി പണമുള്ള ആൾക്ക് ഉള്ളതല്ല, ഒത്തിരി സ്കില്ലുള്ള ആൾക്ക് ഉള്ളതല്ല, അല്ലെങ്കിൽ ഒത്തിരി ആഠ്യത്വവും ഒപ്പം തന്നെ സാഹചര്യമുള്ള ആൾക്കുള്ളതല്ല. ഏതാൾക്കും സാധിക്കും. ഈ ഒരു തിരിച്ചറിവാണ്. എനിക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും എനിക്ക് കഴിയണമെന്നുള്ള ചിന്തയോടെ ഉണ്ടെങ്കിൽ ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധാരാളം കഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പല ആളുകളും സാധാരണക്കാരാണ്. അപ്പോൾ അവിടെ ഞാൻ പറയുന്നത് കൺസിസ്റ്റൻസി ബീറ്റ്സ് മോട്ടിവേഷൻ, ഫോക്കസ് ബീറ്റ്സ് സ്ട്രെസ്. 2 കാര്യമാണ്. കൺസിസ്റ്റൻസി ഉണ്ടാകുക, ഫോക്കസ് ഉണ്ടാകുക. പക്ഷെ ഇത് എളുപ്പമല്ല. ഇതിന് ഈ ഫോക്കസ് ഇപ്പോൾ പല ആളുകൾ പറയും, എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല സാർ, ഞാൻ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ ഡിസ്ട്രാക്ഷൻ മൊബൈലിലേക്കോ അല്ലെങ്കിൽ പഴയ വിഷമങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭർത്താവ്, ഭാര്യ, മക്കളിലേക്കോ പോവുകയാണ്. കാരണം എന്താണ്? ഈ പഴയ പാറ്റേൺ. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉഴിഞ്ഞ് അല്ലെങ്കിൽ ഉതിർന്ന് കളയാൻ സാധിക്കുമോ? പഴയ ഐഡൻറ്റിറ്റിയെ മാറ്റാൻ സാധിക്കുമോ? ഒരു പാരഡിയം ഷിഫ്റ്റ്, പുതിയ പാറ്റേൺ ഐഡൻറ്റിറ്റിയെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്നെ സ്കൂളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ഒരു ഇരട്ട പേരിൽ അറിയപ്പെട്ടിരുന്നത്. എൻ്റെ ശരിയായ പേര് ആർക്കും അറിയില്ലായിരുന്നു. ഓൾമോസ്റ്റ് +2 കഴിയുമെന്ന് പറയും. പലർക്കും എൻ്റെ പേര് അറിയില്ലായിരുന്നു. എൻ്റെ വീട്ടുകാർക്ക് മാത്രമാണ് എൻ്റെ പേര് അറിയായിരുന്നുള്ളൂ. അപ്പോൾ +2 10ാം ക്ലാസ്സിലും +2ലും ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഒരാളായി ഞാൻ മാറിയ സമയത്താണ് എൻ്റെ ശരിയായ പേര് ആളുകൾ പേപ്പറിൽ വായിക്കുകയും എന്നെ മനസ്സിലാക്കുകയും ചെയ്തത്. ഇത് തന്നെയാണ് പഴയൊരു മനുഷ്യനുണ്ട്, പഴയൊരു പേര്, നെഗറ്റീവ് പേര് പറയുന്നില്ല, ആ പേര് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് ആളുകൾ അല്ലെങ്കിൽ അതിനുശേഷം ആൾ എൻ്റെ യഥാർത്ഥ പേര് എന്താണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോർമേഷനാണ്. പഴയ മനുഷ്യൻ മാറി പുതിയ മനുഷ്യനായി മാറുന്ന അവസ്ഥ. പഴയ ശീലങ്ങൾ, പഴയ ഹാബിറ്റുകൾ, പഴയ ചിന്താഗതികൾ, പഴയ വികാരങ്ങൾ, പഴയ സുഹൃത്തുക്കൾ, പഴയ പുസ്തകങ്ങൾ, പഴയ വീഡിയോകൾ, ഇതെല്ലാം മാറേണ്ട ഒരു മെറ്റാമോർഫോസിസ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ. മെറ്റാമോർഫോസിസ്. ഇപ്പോൾ നമ്മൾ പ്യൂപ്പ അതിൻ്റെ പ്രോസസ്സ് കടന്നു പോകുമ്പോൾ അതൊരു പുഴുവായി, ആ പ്രോസസ്സിൽ ആ പുഴു അലിഞ്ഞൊരു ലിക്വിഡായി മാറുന്ന അവസ്ഥയുണ്ട്. ഈ ലിക്വിഡിൽ നിന്നാണ് ചിറക് വന്നത് പറന്നു പോകുന്നത്. ആലോചിച്ച് നോക്കൂ. ചിപ്പികൾ കഥ പറയാറുണ്ട്. എത്രയോ പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സിലാണ് കടന്നു പോകുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് ഇറ്റ്സ് എ പെയിൻഫുൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യുക. എൻ്റെ ഐഡൻറ്റിറ്റിയെ ഒരു പുതിയ ആളായി ഞാൻ മാറുക എന്നുള്ള ആ മെൻ്റൽ പ്രോസസ്സ്. എല്ലാം നടക്കുന്നത് മൈൻഡിലാണ് ഏറ്റവും ആദ്യം മാറ്റം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഞാനൊരു കാര്യം ആഗ്രഹിച്ചു, എനിക്കത് വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഹൈപ്പർ പെർഫോമർ ആകണമെങ്കിൽ നിങ്ങൾ ഹൈപ്പർ പെർഫോമർ ആയും ചിന്തിച്ചുകൊണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വിശ്വാസമില്ലേ, നിങ്ങൾ തുടങ്ങാതിരിക്കുക. നിങ്ങൾ വിശ്വാസം ഉണ്ടായാൽ മാത്രമേ ഹൈപ്പർ പെർഫോമർ ആകാൻ സാധിക്കുള്ളൂ. വിശ്വാസമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെൻറ്റർ, കോച്ച്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസോഴ്സ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമുക്കറിയാം വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ആളുകൾ, ഇപ്പോൾ IIM പഠിക്കുന്ന ഒരാളും ഒരു ടയർ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ആളും ഒരിക്കലും ഒരേപോലെ സക്സസ് ആകുന്നില്ല. വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ IIM പഠിക്കുന്ന ആൾ കിട്ടുന്ന സാലറി 25 lakhs to 1 crore ആയിരിക്കാം. ഒരു ടയർ 3 ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന ആൾ കിട്ടുന്നത് ഒരു 4 ലക്ഷം രൂപ ആയിരിക്കാം LP. എന്തുകൊണ്ടാണ്? അവർ കിട്ടുന്ന ട്രെയിനിങ്, അവരുടെ റിസോഴ്സസ്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കലും ചീപ്പായിക്കൊണ്ട് നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ വിചാരിക്കുന്നതിനകത്ത് വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഞാനിവിടെ ഇരുന്ന് പറയുമ്പോൾ പോലും എനിക്കും ധാരാളം മെൻറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ലോകത്തിലെ അറിയപ്പെടുന്ന പല ബിസിനസ്സുകാരും നമ്മൾ വിചാരിക്കും സ്വന്തമായി ഡെവലപ്പ് ചെയ്തതാണ്. ഒരിക്കലുമല്ല. അവർക്ക് അവരുടേതായ പല മേഖലകളിലും മെൻറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് വലിയ ബിസിനസ്സുകാർ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും എന്നേക്കാൾ മികച്ചവരായിരിക്കും. എനിക്ക് ധാരാളം ലീഡർഷിപ്പ് കോച്ചുകൾ അറിയാം. പല ബിസിനസ് ഓൺടർപ്രണേഴ്സിനെ ഞാൻ പരിചയപ്പെടുമ്പോൾ അവർ പറയുന്നത് അവർക്കെല്ലാം വളരെയധികം ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചുകൾ അവർക്കുണ്ട്. പിന്നെ അവരുടെ കമ്പനിയിലെ എംപ്ലോയീസ് എല്ലാം പലരും അവരെക്കാൾ മികച്ചവരാണ്. പലരും എല്ലാവരും തന്നെ അവരെക്കാൾ മികച്ചവരാണ്. അപ്പം ആ രീതിയിലുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ. ചില കമ്പനികളിലെ ഉടമസ്ഥത കിട്ടുന്നതിനേക്കാൾ അധികം കൂടുതൽ സാലറിയാണ് പല ജോലിക്കാർക്കും അവർ കൊടുക്കുന്നത്. കാരണം കമ്പനി ബിൽഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ ഹൈ പെർഫോമൻസ് ഇസ് നോട്ട് ചീപ്പ്. ദാറ്റ് റിക്വയർസ് പെയിൻ, ദാറ്റ് റിക്വയർസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് റിക്വയർസ് എ മെൻറ്റർ. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ഷിഫ്റ്റിംഗ് ഒരു ഐഡൻറ്റിറ്റി. ഇപ്പോൾ 40 വയസ്സുള്ള ആളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് 40 വർഷത്തെ പാറ്റേൺ മാറ്റണം. അത് വളരെ ഡിഫിക്കൽട്ടായ ടാസ്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് 40 വർഷം ജീവിച്ച എന്നെ ഈ ആൾക്ക് ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് ചീപ്പായിട്ടുള്ള പ്രോസസ്സല്ല. ആ ഒരു മെൻറ്റർ കടന്നു പോകുന്ന ആ ഒരു പെയിൻ. കാരണം എൻ്റെ അടുത്തൊരാൾ വരുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഈ ആൾക്ക് എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. രാപകൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുകയും അയാൾ എങ്ങനെ സഹായിക്കാൻ പറ്റുകയുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറ്റുമില്ലാന്ന് തോന്നാതെ തുടക്കത്തെ സ്റ്റേജിൽ നമ്മൾ അവരോട് പറയും എനിക്ക് നിങ്ങളെ മെൻറ്റർ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞു വാല്യൂ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഹൈ പെർഫോമർ. എത്രമാത്രം യുണീക്കായിട്ടുള്ള വാല്യൂ കൊടുക്കാൻ സാധിക്കും. ഒരു മെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈസി ജോബല്ല. നമ്മുടെ ആളെക്കുറിച്ച് പഠിക്കണം, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം, അയാളുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കണം. അയാൾ മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഞാനൊരു മെൻറ്റർ നിലയിൽ ഒരു പരാജിതനായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അവിടെ ഈ ഐസ്ബർഗ് പോലെ തന്നെ ഒരാൾക്ക് ഞാൻ ചിലപ്പോൾ കൺസൾട്ടേഷൻ 45 മിനിറ്റാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കുറച്ചുകൂടി പെട്ടെന്ന് നടക്കും. പക്ഷേ പിന്നെയുള്ള സ്റ്റേജുകളിൽ അതേ ചിന്താഗതികൾ, ഇമോഷൻസ്, ബാക്ക്ഗ്രൗണ്ട്, ട്രോമ ഹിസ്റ്ററി, അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്, ബിലീഫ് സിസ്റ്റം, ഇതെല്ലാം നമ്മൾ പഠിക്കുകയും ഈ 40 വർഷം എത്രമാത്രം പ്രായം കൂടി അത്രമാത്രം റിസ്ക് ആയിട്ടുള്ള പ്രോസസ്സാണ് ആളെ മാറ്റുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എത്രയും ചെറുപ്പത്തിലെയോ മാറ്റാൻ കഴിയുമെങ്കിൽ അത് മാറ്റുക, അല്ലെങ്കിൽ കൂടെയും നമുക്ക് സാധിക്കും. പക്ഷേ ഇറ്റ് ഈസ് വെൻ യു ആർ ഏജ്ഡ്, വെൻ യു ആർ എക്സ്പീരിയൻസ്, ഇറ്റ്സ് വെരി പെയിൻഫുൾ. ഇതൊരു വളരെ രസകരമായിട്ടൊരു സെൻ കഥ നമ്മൾ കേൾക്കാറുണ്ട്. ഒരിക്കലും ഒരു സെൻ ഗുരുവിൻ്റെ അടുക്കൽ ഒരാൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെൻ ഗുരു ഒരു പാത്രത്തിൽ ഒരു പാത്രം കൊണ്ടുവന്നു, ഒരു ഗ്ലാസ് കൊണ്ടുവന്നു, തൻ്റെ ജാറിൽ നിന്ന് വെള്ളം ഒഴിച്ചു. വെള്ളം ചായ ഒഴിച്ചു. ആ ഗ്ലാസ് നിറഞ്ഞു. അദ്ദേഹം നിർത്തിയില്ല, അത് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്റ്റോപ്പ്, എന്തുകൊണ്ടാണ് ചായ കവിഞ്ഞു പോകുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഗ്ലാസ്, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ചിന്തകളും എല്ലാം ഇങ്ങനെയാണ്. ഓൾറെഡി നിങ്ങൾ ഫില്ല് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയോ തെറ്റായിട്ടുള്ള, എന്തൊക്കെയോ നെഗറ്റീവായിട്ടുള്ള, എന്തൊക്കെയോ വേണ്ടാത്തതായിട്ടുള്ള ചിന്തകൾ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങളിതിനെ എംപ്റ്റി ചെയ്യാതെ നിങ്ങളിലേക്ക് ഒരു തുള്ളി പോലും എനിക്ക് പകർന്നു നൽകാൻ സാധിക്കും. വേണമെങ്കിൽ അതിനകത്തേക്ക് വെച്ചാൽ ഒന്നുകിൽ പുറത്തേക്ക് പോകും, അതല്ലെങ്കിൽ ഉള്ള നെഗറ്റിവിറ്റിയിൽ നല്ല കാര്യങ്ങളെല്ലാം മുങ്ങിപ്പോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ആളുടെ നെഗറ്റിവിറ്റിയെ പുറത്ത് കളയുക, അല്ലെങ്കിൽ ഓൾഡ് വൂൺസ്, ഓൾഡ് പാറ്റേൺസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് വളരെ റിഗ്രസ് ആയിട്ടുള്ള, പെയിൻഫുൾ ആയിട്ടുള്ള എക്സസൈസാണ്. ഒരു ഹൈപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ അധികം ചാർജ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത്രയും ഇൻറ്റൻസീവായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് നമുക്ക് കിട്ടാൻ മാത്രമേ ഒരാളെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ദിവസവും കൃത്യമായി ഉപയോഗിക്കുന്ന വെറും 15 മിനിറ്റ് മതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ. മൈക്രോ അസെന്റ് മെത്തേഡ് ഇത് സാധ്യമാക്കുന്നു. ഐ ആം ഡോക്ടർ പോൾ വി മാത്യു, ദ ഹൈ പെർഫോമൻസ് കോച്ച്. മൈക്രോ അസെന്റ് മെത്തേഡിലെ ഓരോ ഘട്ടവും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാനായി രൂപകൽപ്പന ചെയ്തതാണ്. 5 മിനിറ്റ് അവയർനെസ്, 5 മിനിറ്റ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്, 5 മിനിറ്റ് എക്സിക്യൂഷൻ പ്ലാൻ. നിങ്ങൾക്ക് അധികം സമയം ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം കൂടുതൽ മണിക്കൂറുകളല്ല, പകരം ഒരു മൈക്രോ സിസ്റ്റമാണ്. ഈ ലളിതമായ സിസ്റ്റം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ ഇപ്പോൾ തന്നെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.